വെറും 15 രൂപയ്ക്ക് നല്ല കൊറിയൻ നൂഡിൽസ് ഉണ്ടാക്കിയാലോ? ഞാൻ അതിനെടുക്കുന്നത് ഈ ചിക്കൻ ഫ്ലേവറാണ് മാഗിയുടേത്. ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല. എനിക്ക് റെഗുലർ പക്ഷേ കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതുപോലെ പാനിൽ വെള്ളം വെക്കുക. അത് ചൂടാക്കി വരുമ്പോഴത്തേക്കും ഈ മാഗി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മാഗി നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മസാല റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഉപ്പിൻ്റെ ഒരു പകുതി പഞ്ചസാര, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം മാഗി മസാല. എപ്പോഴും നിങ്ങൾ വാങ്ങുമ്പോൾ മാഗി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. എന്നാലേ ഈ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ സ്പൂണിൽ തന്നെയാണ് എപ്പോഴും വെളിച്ചെണ്ണ ചൂടാക്കാറ്. വെളിച്ചെണ്ണയോ ഏത് ഓയിലായാലും മതി. ഇത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ മസാല കൂട്ടിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മസാല സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബെസ്റ്റ് സൈനാണ്. ഇത് ഒഴിക്കുമ്പോൾ നമുക്കൊരു നല്ല സ്മെല്ല് കിട്ടും. നല്ല സ്മെല്ല് വന്നാൽ അതൊരു സക്സസ്ഫുൾ ആയി എന്നാണ് അതിൻ്റെ മീനിങ്. എന്നിട്ട് ഇത് നമ്മുടെ ഈ മസാല എടുത്തിട്ട് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന മാഗിയിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും എൻ്റെ വായിൽ വെള്ളം വരുമായിരുന്നു. അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു. ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഫ്ലേവർ മസാല എല്ലാ മാഗിയിലും നൂഡിൽസിലൊക്കെ ഒന്ന് ആക്കിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ബുൾസയോ അല്ലെങ്കിൽ നമ്മുടെ സെസാമി സീഡൊക്കെ സ്പ്രിങ്കിൾ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം വേറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതേ നമ്മുടെ സിമ്പിൾ കൊറിയൻ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ.